ഇടുക്കി ചെല്ലാർകോവിൽ മെട്ടിൽ നിന്ന് വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവയെ വനത്തിൽ തുറന്നുവിട്ടു. പരിശോധനകൾക്ക് ശേഷം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് വനം വകുപ്പ് ദൗത്യം പൂർത്തീകരിച്ചത്. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ കടുവയുടെ സാന്നിധ്യം കുറഞ്ഞ മേഖലയിലാണ് കടുവയെ തുറന്നുവിട്ടിരിക്കുന്നത്. സുബിൻ തോമസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുബിൻ, ഭീതി ഒഴിഞ്ഞു എന്ന് കൃത്യമായി ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കുമോ? നിലവിൽ എന്തായാലും ആശങ്കകൾക്ക് തെല്ലാശ്വാസമുണ്ട്. എങ്കിലും ആളുകൾക്ക് ഇപ്പോഴും ആ മേഖലയിൽ കൂടുതൽ കടുവകളുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൃത്യമായ നിരീക്ഷണം വേണമെന്നൊരു ആവശ്യം, അതായത് ഈ ചെല്ലാർകോവിൽ മെട്ട് മേഖലയിൽ കൃത്യമായ നിരീക്ഷണം വേണം എന്നുള്ള ആവശ്യമാണ് എന്തായാലും പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതേസമയം ഇന്നലെ പിടികൂടിയ കടുവ, മയക്കോട് വെച്ച് വനംവകുപ്പ് പിടികൂടിയ കടുവയെ നിലവിൽ ഇപ്പോൾ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വനത്തിനുള്ളിൽ തുറന്നുവിട്ടിട്ടുണ്ട്. ഈ ഗവി മേഖലയിൽ, അതായത് കടുവയുടെ സാന്നിധ്യം കുറവുണ്ടെന്ന് വനംവകുപ്പ് കണ്ടെത്തിയിട്ടുള്ള ഗവി മേഖലയിലെ പാണ്ടിൻകാട് എന്ന ഭാഗത്താണ് നിലവിലിപ്പോൾ കടുവയെ തുറന്നുവിട്ടിട്ടുള്ളത്. കടുവ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. ഇപ്പോഴും അവർ പറയുന്നത് ഈ തമിഴ്നാട് വനമേഖലയിൽ നിന്ന് കടന്നു വന്ന കടുവയായിരിക്കാം ഇത് എന്നുള്ളതാണ്. ശ്രീവല്ലിപുത്തൂർ മേഘമല്ലി കടുവാ സങ്കേതത്തിൽ നിന്ന് കയറി വന്ന കടുവയായിരിക്കാം എന്നുള്ളതാണ് അവർ പ്രധാനമായും പറയുന്നത്. ഇന്നലെ രാവിലെ 7:30 കൂടിയാണ് ഇത്തരത്തിൽ ഈ ചെല്ലാർകോവിൽ മെട്ടിൽ സണ്ണി എന്ന് പറയുന്നയാളുടെ ഏലത്തോട്ടത്തിനുള്ളിലെ കുഴിയിൽ ഇത്തരത്തിലൊരു കടുവയെയും അതുപോലെ തന്നെ ഒരു നായയെയും ഈ പ്രദേശവാസി കാണുന്നത്. അതിനുശേഷം കൃത്യമായി ഇയാൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയുമായിരുന്നു. ഇതിനുശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ മയക്കുവെടി വെച്ച് ഈ കടുവയെ പിടികൂടുന്നത്. അതോടൊപ്പം തന്നെ ഈ നായക്ക് മയക്കുവെടി വെക്കുകയും നായയെയും പുറത്തെടുത്ത് വെക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോഴും നായ ആ ഒരു തോട്ടത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് രാവിലെ അവിടെ നിന്നുള്ള ആളുകളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്. നായ്ക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നായയും കടുവയും പൂർണ്ണ ആരോഗ്യവാന്മാരായി തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.